നമസ്കാരം. മധ്യ കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന രണ്ട് മണ്ഡലങ്ങളാണ് ഇടുക്കിയും കോട്ടയവും. ഇടുക്കി LDFന്റെ സിറ്റിംഗ് സീറ്റാണ്, കോട്ടയം UDFന്റെയും. കോട്ടയത്ത് KM മാണിയുടെ മകൻ ജോസ് K മാണി 6 മാസം കൂടി കാലാവധി അവശേഷിക്കുമ്പോൾ MP സ്ഥാനം രാജിവെച്ച് രാജ്യസഭയിലേക്ക് പോയതുകൊണ്ട് PJ ജോസഫ് എന്ന കേരള കോൺഗ്രസ് നേതാവ് ഉടക്കുണ്ടാക്കുന്നതുകൊണ്ട് കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ആ സീറ്റിൽ നോട്ടമുള്ളതുകൊണ്ട് LDF ഇക്കുറി വിജയിക്കാം എന്ന പ്രതീക്ഷയിലായിരുന്നു. അതുകൊണ്ടാണ് VN വാസവൻ എന്ന CPMന്റെ ജില്ലാ സെക്രട്ടറിയെ തന്നെ രംഗത്തിറക്കിയത്. അതിനിടയിൽ അപ്രതീക്ഷിതമായ രണ്ട് സംഭവങ്ങൾ അരങ്ങേറി. ഒന്ന്, കോൺഗ്രസ് നേതൃത്വം PJ ജോസഫിനെ ചില വാക്കുകൾ കൊടുത്ത് സമാശ്വസിപ്പിച്ച് ഒപ്പം നിർത്തി. രണ്ട്, KM മാണി എന്ന കോട്ടയത്തെ ഇതിഹാസ നേതാവ് അന്തരിച്ചു. KM മാണിയുടെ മരണം തന്നെയാണ് കോട്ടയത്തെ ഇക്കുറി നിർണായകമാവുക. മാണി സാറിനു വേണ്ടി ഒരു വോട്ട് എന്നാണ് ഇപ്പോൾ തോമസ് ചാഴിക്കാടൻ 2 ചിഹ്നത്തിൽ നാട്ടുകാരോട് ചോദിക്കുന്നത്. കോൺഗ്രസ്സുകാരും കേരള കോൺഗ്രസ്സുകാരും മാത്രമല്ല, നിഷ്പക്ഷരായ ആളുകളും മാണി സാറിനു വേണ്ടി ഒരു വോട്ട് ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നു. തീർച്ചയാണ്, കുറഞ്ഞത് 50,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇക്കുറി തോമസ് ചാഴിക്കാടനായിരിക്കും കോട്ടയത്തെ വിജയം. ആ വിജയം അട്ടിമറിക്കാൻ ആർക്കും സാധിക്കുകയില്ല. തോമസ് ചാഴിക്കാടൻ തോറ്റാൽ അതിനർത്ഥം മലപ്പുറത്തും വയനാട് ഒഴികെ ബാക്കി 18 മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥി തോൽക്കുമെന്നാണ്. ഇടുക്കിയാണ് മധ്യ കേരളത്തിലെ മറ്റൊരു നിർണായക മണ്ഡലം. ഇടുക്കി ഒരു UDF കോട്ടയാണ്. UDFന്റെ അധീശത്തെ മറികടക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിരുന്നത് ഫ്രാൻസിസ് ജോർജ് എന്ന കേരള കോൺഗ്രസ്സുകാരൻ MP ആയിരുന്നപ്പോൾ മാത്രമാണ്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയുടെ ചിത്രം മാറിമറിഞ്ഞു. ഹൈറേഞ്ച് സംരക്ഷണ സമിതി എന്ന പേരിൽ ഇടുക്കിയിലെ അച്ഛന്മാരും സഭയും ചേർന്നുണ്ടാക്കിയ സംഘടനയുടെ പ്രതിനിധി ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ജയിച്ചു കയറി. ഇപ്പോഴും അതേ സംഘടനയുടെ പ്രതിനിധിയായി ജോയിസ് ജോർജ് ഇടുക്കിയിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ തവണ പറഞ്ഞ വിഷയങ്ങളൊക്കെ കള്ളമായിരുന്നു എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. കസ്തൂരി രംഗന്റെ പേരിൽ വോട്ട് പിടിക്കുന്നതിനപ്പുറത്തേക്ക് ഒന്നും നേടാനാവുന്നില്ല എന്ന് ഇടുക്കിക്കാർ അറിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, പുതിയ ഇടുക്കിയുടെ മെത്രാന് ജോയിസ് ജോർജിനോട് യാതൊരു താല്പര്യമില്ല എന്ന് പത്രക്കുറിപ്പിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ഒരു പാർട്ടിയോടും ആരും ചേർന്ന് നിൽക്കേണ്ടതില്ല എന്ന് ഇടയലേഖനം ഇറക്കിയാണ് ഇടുക്കി മെത്രാൻ നിഷ്പക്ഷത തെളിയിച്ചത്. അതുകൊണ്ട് തന്നെ ഇക്കുറി ഇടുക്കി വീണ്ടും UDF തിരിച്ചു പിടിക്കും എന്നാണ് വ്യക്തമാവുന്നത്. ഇടുക്കിയിൽ മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ തോറ്റ ഡീൻ കുര്യാക്കോസ് എന്ന യൂത്ത് കോൺഗ്രസ്സുകാരനാണ്. ഡീൻ കുര്യാക്കോസിന്റെ പാവത്തം തന്നെയാണ് ഇടുക്കിയിലെ നിർണായകമായ ഘടകം. ഒപ്പം PJ ജോസഫ് എന്ന കേരള കോൺഗ്രസ് നേതാവ് അരയും തലയും മുറുക്കി രംഗത്തുണ്ട്. തൊടുപുഴയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസഫ് നേടിയത് 40,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. അതിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ഡീൻ കുര്യാക്കോസിന് തൊടുപുഴയിൽ മാത്രം ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ ഇടുക്കി ഇക്കുറി പൂർണ്ണമായും സുരക്ഷിതമായി UDF മണ്ഡലമാകും. ഡീൻ കുര്യാക്കോസ് ആയിരിക്കും വിജയിക്കുക. ജോയിസ് ജോർജിന് വിജയ സാധ്യത 1-2% മാത്രമാണ്.